ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാൽ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പ് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നമ്മുടെ സച്ചിയും രേവതിയും ആകെപ്പാടെ കൺഫ്യൂഷനിലാണല്ലോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞു നോക്ക്, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമല്ലോ എന്താ സംഭവം. നമ്മുടെ ശ്രുതി എന്താ ഇങ്ങനെ 2 ലക്ഷം രൂപ, അത് താലിമാല വിറ്റിട്ട് 2 ലക്ഷം രൂപ കുടുംബത്തിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ കിച്ചണിലൊക്കെ പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിച്ചണിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വർഷ അവിടെ വന്നു. വർഷം വന്നിട്ട് എന്ത് ചെയ്യുന്നു, വർഷയാണെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട ചേച്ചി, ഞാൻ ഡയറ്റിലാണ്, എനിക്ക് ഇച്ചിരി വണ്ണം കൂടുതലാണ്, എന്നെ ശ്രീകാന്ത് കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, നിനക്ക് വണ്ണക്കൂടുതലൊന്നും ഇല്ലല്ലോ, എന്താ കൊച്ചേ ഇത്, നിനക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് എന്നെ കളിയാക്കിയല്ലോ കഴിഞ്ഞ ദിവസം, അതുകൊണ്ട് ഞാൻ ഡയറ്റിൽ തന്നെയാ, കുറച്ച് പച്ചക്കറികളൊക്കെ കഴിക്കാം, അതാ നല്ലതെന്നൊക്കെ പറഞ്ഞു. ഒരു ക്യാരറ്റൊക്കെ അവിടെ ഇരുന്നതൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിച്ചപ്പോൾ ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്തോ ഇഡലിയോ സാമ്പാറോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള വെപ്രാളത്തിലും ധൃതിയിലും ഒക്കെയാണ്. അപ്പോഴത്തേക്കുമാണ് ചുമച്ചും കുറച്ചുകൊണ്ടും നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി വരുന്നത്. ഇപ്പം ചുമയെങ്ങാണ്ട് പെട്ടെന്ന് വിക്കും എങ്ങാണ്ട് ചെയ്തു എന്ന് തോന്നുന്നു. വെള്ളം കുടിക്കാൻ വരുന്ന, വെള്ളം വന്ന് മടക്കെന്ന് പറഞ്ഞ് വെള്ളം ഭയങ്കരമായിട്ട് കുടിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ഇത് ഭയങ്കര ദാഹമാണല്ലോ, ഇതെന്താ ഇതുപോലെ വെള്ളം കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് തൊണ്ടയൊക്കെ അങ്ങ് വല്ലാണ്ടങ്ങ് വരണ്ടു, അപ്പൊ അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് രേവതി പറഞ്ഞു, താങ്ക്സ് ഇട്ടോ എന്ന് പറഞ്ഞു. താങ്ക്സോ, എന്തിനു താങ്ക്സ്, എന്താ ഇപ്പൊ താങ്ക്സ് ഒക്കെ എന്നൊക്കെ വെറുതെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അല്ല ശ്രുതി ശ്രുതിയുടെ താലിമാല വിറ്റിട്ട് 2 ലക്ഷം രൂപ ഭാമി ആന്റിക്ക് കൊടുത്തില്ലേ, എന്നെ രക്ഷിക്കാൻ വേണ്ടി, എന്നെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി. ഇത് കേട്ടത് എന്റെ പൊന്നോ, നമ്മുടെ ശ്രുതി അങ്ങ് വല്ലാണ്ടാവുകയാണ്. ശ്രുതി, ദൈവമേ, ആന്റി സത്യങ്ങളൊക്കെ പറഞ്ഞോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു. അപ്പൊ രേവതി പറഞ്ഞു, അത് പിന്നെ ശ്രുതിനെ സമ്മതിക്കണം കേട്ടോ, ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ എടുക്കാത്ത പൈസ രേവതി അല്ല ശ്രുതി അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഒരു വലിയ ത്യാഗം തന്നെയാ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. സ്വന്തം താലിമാല വിറ്റിട്ട വർഷം ഇപ്പൊ ശ്രുതി എന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്കും ഒന്നും വിട്ടുപോകാതെ തന്നെ ആ തള്ള ഇവളോട് എല്ലാം പറഞ്ഞു കൊടുത്തു. ദുഷ്ടത്തി തള്ള എന്ന് ഭാമയാന്റിന്റെ മനസ്സിലിങ്ങനെ ശ്രുതി പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അല്ലെങ്കിലും കൊള്ളാലോ, അതെന്ത് പരിപാടിയാ ശ്രുതി ചേച്ചി കാണിച്ചത്, ആഹാ, ശ്രുതി ചേച്ചിയും 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി താലിമാല വിറ്റിട്ട് രേവതി ചേച്ചിനെ രക്ഷിച്ചെന്നോ, അത് കൊള്ളാലോ, അത് വല്ലാത്തൊരു ഇതായി പോയല്ലോ, എന്താ പറയാ, സഹനമായി പോയല്ലോ. ചേച്ചിക്ക് എന്ത് പറ്റി ശ്രുതി ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. അല്ല, സത്യമാണോ രേവതി ചേച്ചി പറയുന്നത് ചോദിച്ചപ്പോ സത്യമാണെന്നേ, ശ്രുതി അങ്ങനെ ചെയ്തു. ഏതായാലും ആ 2 ലക്ഷം രൂപ അതാരോ കൊണ്ടുപോയില്ലേ, അതിനി ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ, അതോർത്തിട്ടാ എനിക്ക് സങ്കടം എന്ന് വർഷയും പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, അതാരാന്ന് കണ്ടുപിടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങൂടി, അതുകൊണ്ടാണല്ലോടി ഞാൻ 2 ലക്ഷം രൂപ എന്റെ മാല കൊണ്ട് വിറ്റിട്ട് വെച്ച, അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ടോ ഇവൾ ആത്മഹത്യ ചെയ്യുന്നോ ഇവള് ചാകുന്നോ ഒന്നും ഓർത്തിട്ടല്ല എന്ന് വീണ്ടും മനസ്സിൽ പറയുക. ആകപ്പാടെ വല്ലാത്തൊരു വിളറി വെളുത്ത് പതറി നിൽക്കുകയാണ് ശ്രുതി. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ ആന്റിയോട് പറഞ്ഞതാ ഇത് ആരോട് പറയരുതെന്ന്. അപ്പൊ വർഷം കൊടുത്തങ്ങോട്ട് പടപടേ ചിരി. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, ഇതെന്തിനാ വർഷം നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്. അപ്പൊ രേവതി നോക്കുക വർഷേനെ. അപ്പൊ നമ്മുടെ വർഷം പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി ചേച്ചി, ഒരാളോട് നമ്മൾ എന്തെങ്കിലും പറയരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്, അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അത് അവര് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കും. ഇത് ശ്രുതി ചേച്ചിക്ക് അറിയായിരുന്നു, അതും കൊണ്ടാ ശ്രുതി ചേച്ചി ഈ വിവരം പറയരുത് എന്ന് ഫാമ ആന്റിയോട് പറഞ്ഞത് അല്ലേ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞാൻ ആന്റിയോട് ആത്മാർത്ഥമായിട്ട് തന്നെയാ പറഞ്ഞത് പറയരുതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ അവിടുന്ന് 2 ലക്ഷം രൂപയൊന്നും എടുത്തിട്ടില്ല, അത് എന്റെ മനസാക്ഷിക്കറിയാം, രേവതിയാണ് പൈസ എടുത്തത്, ആന്റി അവളെ കൊല്ലാക്കൊല്ല ചെയ്യാണ്, ഇങ്ങനെ പോയ രേവതി ആത്മഹത്യ ചെയ്യും, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, വീട്ടിലെ സമാധാനം തിരിച്ചു കൊണ്ടുവരണം, അതുകൊണ്ട് ക്യാഷ് ആരും എടുത്തിട്ടില്ല, അത് ഷെൽഫിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആന്റി അത് തിരിച്ച് അമ്മയ്ക്ക് തന്നെ കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്. എന്റെ പൊന്നു ശ്രുതി സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തിനാ ഈ വലിയ ത്യാഗം ഏറ്റെടുത്തത്, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പൊ യഥാർത്ഥ കള്ളനെ വർഷ പറഞ്ഞതുപോലെ എങ്ങനെ കണ്ടുപിടിക്കും?
ഏതായാലും ശ്രുതി നീ എന്നെ ശരിക്കും രക്ഷിച്ചല്ലോ, അതിനാട്ടോ ഞാൻ താങ്ക്സ് പറഞ്ഞത്. ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അല്ല ചേച്ചി, നിങ്ങൾ കൊടുത്ത 2 ലക്ഷം രൂപയല്ലേ ഭാമ ആന്റി ചേച്ചി ഭാമ ആന്റി ഭാമ ആന്റിക്ക് കൊടുത്തത്? അല്ല ശ്രുതി ചേച്ചി, ശ്രുതി ചേച്ചി കൊടുത്ത 2 ലക്ഷം രൂപ ഭാമ ആന്റി രേവതി ചേച്ചിക്ക് കൊടുത്തു. എന്നിട്ടും അവിടെ ഞാൻ ചോദിച്ച ചോദ്യവും ഒക്കെ ഇപ്പം ബാക്കിയാണല്ലോ. അപ്പൊ ആ 2 ലക്ഷം രൂപ അത് ആരായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക? അതെനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അതാരാ ചേച്ചി എടുത്തത്? അതാരും എടുത്തതെന്ന് ഇനി എങ്ങനെ അറിയും ചേച്ചി? അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് വർഷം പറഞ്ഞു, ക്യാഷ് എടുത്ത ആളെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദേ ആ സമയത്തുണ്ടല്ലോ, ആ സമയത്ത് അവിടെ ആരാ ഉള്ളത് എന്ന് ഒന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ അന്ന് ആ വീട്ടിൽ ആരാ വന്നത് എന്നൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടുപിടിക്കാൻ പറ്റും ആരാ എടുത്തതെന്ന്. ദേ രവി ചേച്ചി, നമുക്ക് ഭാമയാരിയോട് സംസാരിച്ചിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അന്വേഷണം തുടങ്ങിയാലോ? ആ 2 ലക്ഷം രൂപ എവിടെ പോയതായിരിക്കും? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വിഷയം കൂടുതൽ വഷളാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ 2 ലക്ഷം രൂപ കൊടുത്തത്. നമുക്കിവിടെ മനസ്സമാധാനമായിട്ട് കഴിയട്ടെ, അതിന് ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാന്. ഓ അതൊക്കെ ഓക്കെ, എന്നാലും ക്യാഷ് ആരാ എടുത്തെന്ന് കണ്ടുപിടിക്കണ്ടേ? അല്ലാതെ ഒരു സമാധാനം നമുക്ക് കിട്ടുമോ? അത് അങ്ങനെ വിട്ടാൽ ശരിയാവോ? അപ്പൊ രേവതി പറഞ്ഞു, അതെ 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 ശരിയാ, വർഷ പറഞ്ഞു ശരിയാ, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ അന്വേഷിച്ചാലോ? അപ്പൊ വർഷം പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും, അല്ല ഞാൻ ഉറപ്പായിട്ടും അന്വേഷിക്കും. നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു, വേണ്ട, നിങ്ങൾ എന്തിനാ ഇപ്പൊ അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്? പിന്നെ ഉണ്ടല്ലോ, ഞാൻ ആ ക്യാഷ് കൊടുത്തതെന്ന് ആന്റി അറിഞ്ഞാല് പിന്നെ രേവതി ആ ക്യാഷ് എടുത്തതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. വെറുതെ എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കുന്നത്? രേവതി സമാധാനത്തോടു കൂടി ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. പക്ഷെ നീ ആ കേസ് വിട്ടേരെ. പിന്നെ വക്കീലിന് കൊടുത്ത 5 ലക്ഷം രൂപ കിട്ടിയില്ലേ രേവതിക്ക് സച്ചിക്കും? എല്ലാ പ്രശ്നവും അതോടുകൂടി അവസാനിച്ചില്ലേ? ഇനി വെറുതെ എന്തിനാ കുത്തിപ്പൊക്കുന്നതെന്ന് പറഞ്ഞ് താഴ്മയുടെ സ്വരത്തിൽ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. രേവതി നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഭാവങ്ങൾ ഇങ്ങനെ മാറി മിന്നി മറയുന്നുണ്ട്, എന്തോ കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതി നല്ല രൂക്ഷമായിട്ട് തന്നെ ശ്രുതിനെ നോക്കുന്നുണ്ട്. ശ്രുതി എന്നിട്ട് അതൊന്നും സഹിക്കാമല്ലാതെ അടുക്കളയിൽ നിന്ന് പോവുകയാണ് കേട്ടോ. കാരണം അടുക്കളയിൽ നിന്ന് പോയില്ലെങ്കിൽ ബാക്കി ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം രേവതി എന്തെങ്കിലും ചോദിച്ചാൽ അപ്പപ്പ വെക്കേണ്ടി വരും. നമ്മുടെ വർഷം അപ്പൊ മനസ്സിൽ വിചാരിക്കും, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട്, അതെ പക്ഷേ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ശ്രുതി ചേച്ചീനെ ഹെൽപ്പ് ചെയ്യുന്ന ക്യാരക്ടർ അല്ല, ചേച്ചിയുടെ മേലെ പഴിചാരി അവർക്ക് എന്താ? ഇപ്പൊ അവർക്ക് 2 lakh നഷ്ടമായില്ലേ? അപ്പം അതെന്തായിരിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ ഇത് തന്നെ സച്ചേട്ടനും എന്നോട് പറഞ്ഞത്. ഏ സംതിങ് വിഷി എന്ന് വെച്ചാല്, അന്ന് വെച്ചാലേ എന്തോ പന്തികേടുണ്ടെന്ന്. ഓ പന്തികേടുണ്ടെന്നോ? ആ ഈ ക്യാഷ് എടുത്തത് അവരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയതാ, പക്ഷെ ഞാന് പിന്നെ പറയാത്തതാ. അതെ ഞാൻ അതുകൊണ്ടാ പിന്നെ തന്ത്രപൂർവ്വം അവളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സംസാരിച്ചത്. അപ്പൊ അറിയാലോ എന്താന്ന്. അവളുടെ ഭാവം കണ്ടപ്പോ എനിക്ക് ഉറപ്പായി അവള് തന്നെയാ ക്യാഷ് എടുത്തിരിക്കുന്നത്. അതെ ചേച്ചി, നമുക്ക് ഈ ബോംബ് ഇവിടെ വെച്ചങ്ങ് പൊട്ടിച്ചാലോ? വീട്ടിലെ പ്രശ്നമാവും അല്ലാതെ ഇപ്പൊ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പതിയെ പതിയെ കണ്ടുപിടിക്കാൻ തെളിവ് വേണ്ടേ നമ്മുടെ കയ്യില്? അതും ശരിയാ ദേവി ചേച്ചി പറയുന്നത്, തെളിവ് വേണമല്ലോ. അതെ പക്ഷേ തൽക്കാലം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് വേറെ ആരും അറിയണ്ട. സമയമാകുമ്പം എല്ലാ തെളിവുകളും കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് പൊട്ടിക്കാം. ബോംബല്ല, വലിയ വലിയ ഗുണ്ടായിട്ട് തന്നെ പൊട്ടിക്കാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷ അങ്ങ് കിച്ചണിൽ നിന്ന് അങ്ങ് വെളിയിലേക്ക് പോവാണ്. ഇപ്പൊ രേവതിക്കും വർഷയ്ക്കും സച്ചിക്കൊക്കെ ഏകദേശം കാര്യം പിടി കിട്ടി, ശ്രുതി മൊത്തം കള്ളത്തരത്തിന്റെ കൂടാരമാണെന്ന്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, രേവതി എന്തൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. സച്ചി ഇങ്ങോട്ട് വന്നു. രേവതിയുടെ ആലോചനയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും, അതുപോലെ തന്നെ ആലോചിക്കുന്നത്. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, അല്ല രേവതി പരിപ്പേടി റെഡിയായില്ലേ? അതൊക്കെ എപ്പോഴും റെഡിയായി. അതെ സച്ചേട്ട, ഞാൻ ശ്രുതി ഇന്ന് തന്ത്രപരമായിട്ട് സംസാരിച്ചു. ആ അപ്പം അവളുടെ മുഖഭാവം എങ്ങനെയായിരുന്നു? പറ, അവൾ എന്താ പറഞ്ഞത്? സംതിങ് ഫിഷിങ്. സംതിങ് ഫിഷിയോ? നീ എന്നെ ഈ പറയുന്നത്? ഇത് മീനും തമ്മിൽ എന്താ ബന്ധം? മീനല്ല, ഫിഷി എന്ന് വെച്ചാല് എന്തോ പന്തികേടുണ്ടെന്ന് അർത്ഥം. ഇപ്പൊ നീ ഇപ്പം ഇംഗ്ലീഷൊക്കെ എങ്ങനെ പഠിച്ചു? അത് പിന്നെ വർഷ പറഞ്ഞു തന്നെ. അല്ല ആ ഫിഷി എന്ന് പറഞ്ഞ മീനല്ലേ ഈ വെള്ളക്കാരൻ എന്തൊക്കെയോ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും പഠിപ്പിച്ചിട്ടാ പോയത്? ഫിഷി കുഷി മുഷി അല്ല എന്റെ പൊന്ന് സച്ചേട്ട, ക്യാഷ് എടുത്തത് ശ്രുതിയാണോ എന്ന് വർഷയ്ക്ക് ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് വർഷയും പറഞ്ഞു. ദേ പാർലറേട്ടത്തിക്ക് വേണ്ടി മാത്രമല്ലാതെ അമ്മയ്ക്ക് വേണ്ടി പോലും നല്ലത് ചെയ്യത്തില്ല. പിന്നെ അല്ലേ നീ പറഞ്ഞത് ഫിഷി തന്നെ. അവളെ ഞാൻ ഫിഷിനെ പോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
എന്നാ പിന്നെ ഞാൻ ഇപ്പൊ ഫുഡ് എടുത്തോണ്ട് വരാം സജ്ജേട്ടാ. നീ ഫുഡ് എടുത്ത് വെക്ക്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാം, തെളിവുകൾ കിട്ടും നമ്മുടെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരുന്നു. രേവതി കിച്ചണിലേക്ക് ഫുഡൊക്കെ എടുക്കാനായിട്ട് പോയി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദിക്കുട്ടന്റെ മുത്തശ്ശീനെയാണ്, അതായത് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ മോനെ. അങ്ങനെ നമ്മുടെ ആരാ മുത്തശ്ശി സ്വപ്നം കാണുക കേട്ടോ. അതായത് ശ്രുതിയുടെ അമ്മ സ്വപ്നം കാണുകയാണ്, വേറെ ഒന്നുമല്ല, നമ്മുടെ ചന്ദ്ര ശ്രുതിനെ അടിച്ചിറക്കുന്ന സ്വപ്നമാണ് കേട്ടോ. ശ്രുതി മാത്രമല്ല, ചന്ദ്രമതിയും കൂടെ ചേർന്നിട്ട് അടിച്ച് ഇറക്കുകയാണ് കേട്ടോ. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അടിച്ചിറക്കുന്നു. അപ്പോഴത്തേക്കും ഓരോ ന്യായങ്ങളൊക്കെ നമ്മുടെ ശ്രുതി പറയുകയാണ്. കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചു, അതായത് കല്യാണം കഴിച്ചു, കൊച്ചുണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പം അതൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞാണ് ശ്രുതിയും ചന്ദ്രനും കൂടെ ഇറക്കി വിടുന്നത്. ഏതായാലും ഈ സ്വപ്നം കണ്ടപ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങ് പേടിയായി പോയിട്ടോ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക്. കാരണം ആ വീട്ടിൽ നിന്ന് ശ്രുതിനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു തള്ളുന്ന ഒരു സ്വപ്നം കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് സഹിക്കുവോ? അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും സച്ചിയും ഒക്കെ വരുന്നുണ്ട് ആട്ടിപ്പായിക്കാനായിട്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, നാണം ഉണ്ടോടി നിനക്ക്, സത്യം മറച്ചു വെച്ചിട്ട് നിനക്ക് ഇവിടെ കിടന്ന് അഭിനയിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഷൗട്ടിങ് ആയിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. അയ്യോ, പേടിച്ച് വിറച്ച് നമ്മുടെ ശ്രുതിയുടെ അമ്മ എണീറ്റ് അവിടെ അടുത്തിരുന്ന കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വല്ലാണ്ടായി പോവാ. അമ്മയാണ് മനസ്സിൽ വിചാരിക്കുക, ദൈവമേ പേടിയാവുകയാണല്ലോ, ഒരു ജോത്സ്യനെ കണ്ടിട്ട് അവളുടെ ജാതകം ഒന്ന് നോക്കണമല്ലോ, എന്താണെങ്കിലും ജാതകം നോക്കിയേ പറ്റത്തുള്ളൂ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോവാന്നാ തോന്നുന്നതെന്ന്. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോത്സ്യന്റെ അടുത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അമ്മ. അപ്പൊ ജോത്സ്യൻ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്. എല്ലാം നോക്കിയിട്ട് നമ്മുടെ ആ ജോത്സ്യം പറയാണ്, എല്ലാം കൺമുമ്പിൽ കാണിച്ചു തന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി, മുൻകൂട്ടി കാണിച്ചു തന്നതാ സ്വപ്നത്തിലൂടെ, അടുത്ത് തന്നെ അങ്ങനെ സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അയ്യോ എന്റെ ഈശ്വര, ഇത് എനിക്കും തോന്നിയതാ ജോത്സ്യ, അല്ല എനിക്ക് നല്ല പേടിയുണ്ട്, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു പരിഹാരം പറ. അല്ല മകളിപ്പം കെട്ടിയോന്റെ വീട്ടിലല്ലേ ഉള്ളത്? അതെ അതെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങളൊന്നും കാണുന്നൊന്നുമില്ല, ദാമ്പത്തിക സുഖമൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇത് എത്ര കാലമൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല, അതുപോലെയാണ്. അത് പിന്നെ അവര് സന്തോഷത്തോടു കൂടി തന്നെയാ കഴിയുന്നത്. ഇപ്പം ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നാ പറഞ്ഞത്. അതെ, ജാതക പ്രകാരം നിങ്ങളുടെ മകളുടെ സമയം അത്രയ്ക്ക് നല്ലതല്ല, വരാൻ പോകുന്നത് വലിയ വലിയ കഷ്ടകാലങ്ങളൊക്കെ തന്നെയാ. എല്ലാം കരുതിയിരിക്കണം, എന്തും സഹിക്കേണ്ടി വരും. ഈ കാണുന്ന സന്തോഷമൊക്കെ ചിലപ്പോ പെട്ടെന്ന് തന്നെ ഇല്ലാതാകാം, എല്ലാം തകർന്ന് തരിപ്പണമാകും. അല്ല വീട്ടുകാരൊക്കെ മകളോട് എങ്ങനെയാ? അവളുടെ അമ്മായിയമ്മയ്ക്ക് അവള് വലിയ കാര്യാ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ജോത്സ്യ. എന്നാ പിന്നെ ജാതക പ്രകാരം മിക്കവാറും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവളുടെ ഹിതത്തിന് എതിരായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് തന്നെയാ കാണുന്നത്. ഏറെ അടുത്തവര് പോലും എതിരാകാൻ ചാൻസ് ഉണ്ട്, പണം നഷ്ടപ്പെടാം, അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാം, ജീവന് ഭീഷണി ഉണ്ടാകാം, ഇനി അങ്ങോട്ടേക്ക് പല ദുരന്തങ്ങളും ഉണ്ടാകാം. നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. നമ്മൾ പലതും മറച്ചു വെച്ചിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. അത് അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ ഈശ്വര, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? എന്താ ഇതിനൊരു പരിഹാരം? എന്റെ ദൈവമേ, ഞാൻ ഇത് തന്നെയാ സ്വപ്നത്തിൽ കണ്ടത്. എല്ലാം കൊണ്ടും വളരെ മോശ സമയമാ അമ്മയുടെ മോക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വളരെ സൂക്ഷിച്ച് കണ്ടും നീങ്ങുക, മോളോട് പ്രാർത്ഥിക്കാൻ പറയുക. അല്ലാതെ ഇതിന് വേറൊരു പരിഹാര മാർഗവും ഞാൻ കാണുന്നില്ല, വേറൊരു പരിഹാര മാർഗവും ഇതിനില്ല. അമ്മയുടെ മോളോട് ദൈവത്തെ മുറുക്കെ പിടിക്കാൻ പറയുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അല്ല, ശ്രുതി ഇങ്ങനെ നിൽക്കുക എന്തൊക്കെയോ ആലോചിച്ച് ഷോറൂമില്. അപ്പോഴത്തേക്കും ശ്രുതി വന്നിട്ട് ശ്രുതി നിൽക്കുമ്പോ ശ്രുതി വന്നിട്ട് ചോദിക്കുക, എന്താ നീ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. അല്ല, ഈ ഗോൾഡ് കവറിങ് താലി കഴുതി കാണുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുക, ചുമ്മാ വേറെ പണി ഉണ്ടായിരുന്നു നിനക്ക്, ഞാൻ നിനക്ക് നല്ലൊരു ഗോൾഡിന്റെ താലി പെട്ടെന്ന് മേടിച്ചു തരും, ക്യാഷ് കയ്യിൽ വന്നോട്ടെ, എനിക്കിത് കാണുന്നതേ ഇഷ്ടമല്ല, ഗോൾഡ് കവറിങ് ഒക്കെ ഇട്ടോണ്ട് നടക്കുന്നത് ശരിയല്ല, അത് ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് പോയി കേട്ടോ. ഏതായാലും അങ്ങോട്ടേക്ക് വേറൊരാൾ കയറി വരികയാണ് കടയിലേക്ക്. എന്നിട്ട് കടയിലേക്ക് ഒരാൾ കയറി വന്നിട്ട് കടയിലെ ഓണർ ഇല്ലേ എന്നിങ്ങനെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, ദേ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അയാൾ അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ഏതായാലും ഇങ്ങോട്ട് കയറി വാ, എന്താ വേണ്ടത്? നമസ്കാരം സാറേ, അത് പിന്നെ ഞാൻ സാധനങ്ങൾ മേടിക്കാനൊന്നും വന്നതല്ല സാറേ, സാറിന്റെ മേളിലുള്ള കണ്ണെടുക്കാൻ വേണ്ടി വന്നതാ. കണ്ണെടുക്കാനോ? എന്ത് കണ്ണ്? എന്നെ മരിച്ചപ്പോൾ ഞാൻ എന്റെ കണ്ണു കൊടുക്കത്തില്ല, പിന്നല്ലോ ജീവിച്ചിരിക്കുമ്പം. അയ്യോ സാറേ,
ആ കണ്ണല്ല, സാറിന്റെ മുഖത്തുള്ള കണ്ണൊന്നും എനിക്ക് ചൂന്നിർത്തിട്ട് ഒരു കാര്യമില്ല. സാറ് വലിയൊരു കട വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് കടയ്ക്കും സാറിനും മറ്റുള്ളവരുടെ കണ്ണു കൊള്ളൂല്ലോ. ആ കണ്ണ് ദോഷം അതെടുക്കാൻ ഞാൻ വന്നതെന്നാ പറഞ്ഞത്. ഓ, അങ്ങനെ അങ്ങനെ വന്നത്. എന്നാ പിന്നെ ഇതുപോലെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറയണ്ടേ? അല്ല, എന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട് സാറേ, അതിവിടെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ സാറിന് ദൃഷ്ടിദോഷം കിട്ടത്തില്ല. നിങ്ങളുടെ കടയുടെ മേലെ ആരും കണ്ണും വെക്കത്തില്ല. അല്ല, ഇത് ഇതെങ്ങനെ ഈ സമയത്ത് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നത്? കറക്റ്റ് സമയമാണല്ലോ. ദേ, ശക്തിയുള്ള ഫോട്ടോയാ സാറേ, ഇത് ഞാൻ എല്ലാ കടകളിലും നടന്നാ വിൽക്കുന്നത്. ഇത് വാങ്ങി കടയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷമല്ല, ഈ കടയ്ക്ക് നല്ല ഐശ്വര്യം വരെ ഉണ്ടാകും. എല്ലാം എല്ലാം മാറി മറിയും, കച്ചവടം പൊടിക്കും. ആണല്ലേ? വീട്ടിൽ വെച്ചാല് നല്ലതാ. വീട്ടിൽ വെച്ചാല് ആ വീട്ടില് സമൃദ്ധി ഉണ്ടാകും, പട്ടിണിയും പഞ്ഞും ഒക്കെ മാറും. ഒരു ഫോട്ടോ മേടിച്ച് കടയിൽ വെച്ച് നോക്ക് സാറേ. എന്തായാലും കൊള്ളാം. താൻ ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും വന്നു കേട്ടോ. ശ്രുതിയും ഫോട്ടോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫോട്ടോ കണ്ടത് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു പരിചയമുള്ളൊരു മുഖം ആ ഫോട്ടോ. പക്ഷെ കണ്ണൊക്കെ വ്യത്യാസമുണ്ടേ. നല്ല പരിചയം, നല്ലൊരു എന്താ പറയാ, ആരെപ്പോലും ഇരിക്കുന്നെന്ന് തോന്നുക. അപ്പോഴത്തേക്കാണ് നമ്മളെ ശ്രുതി ചോദിച്ചത്, അല്ല ഇത് ഏത് ദേവിയാ, ഇതിന്റെ പേരെന്നാ? ഇതാണ് ഉഗ്രസ്വരൂപിണി കണ്ണേറമ്മ. കണ്ണേറമ്മയോ? അല്ല, നല്ല പരിചയം ഉണ്ടല്ലോ ഈ കണ്ണേറമ്മേനെ. ഇതിപ്പോഴാ കേരളത്തിൽ ഇറങ്ങിയത്. ഇത് കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ നേരത്തെ ഇറങ്ങിയതാ. അവിടെയൊക്കെ ഈ ഫോട്ടോ ഫേമസാ. ഈ ഫോട്ടോ ഇല്ലാത്ത ഒരു വീടോ ഒരു നാടോ ഒരു കടയോ ഒന്നുമില്ല. ഏതായാലും ഈ ഫോട്ടോ ആരുടെയാണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ എന്റെ പ്രേക്ഷകരെ? ഇത് നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോയാണ്. കണ്ടു കഴിഞ്ഞാൽ പേടിയാകും. അതുപോലെ ഒരു ഫോട്ടോ എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രയുടെ ഫോട്ടോ പെട്ടെന്ന് ഇങ്ങനെ പ്രചരിച്ച് ഇറങ്ങാൻ കാരണം നല്ല കണ്ണൊക്കെ ഏതാണ്ട് വലിയ ഉരുട്ടി, കണ്ണിന്റെ അവിടെ കണ്ണ് കാണത്തില്ല, അവിടെ ഒരു പ്രകാശവും എന്തോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കും, ഇങ്ങനെ മുടിയൊക്കെ പടത്തിയിട്ടിട്ട്. ആ ചന്ദ്രയാണ് കേട്ടോ, പെട്ടെന്ന് പിടികിട്ടത്തില്ല നമുക്ക് നോക്കുമ്പോ. ഏതായാലും ആ ഫോട്ടോ ഒന്നെടുത്ത് നോക്കി, രണ്ടെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ നമ്മുടെ ശ്രുതിക്ക് എന്തോ ഒരു പരിചയം തോന്നുവാണേ. അപ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല ഈ ഫോട്ടോ എന്തോ പരിചയം ഉണ്ടല്ലോ, ഈ ഫോട്ടോ എന്തോ നമുക്ക് പരിചയമുള്ള ഒരാളെ പോലെ തോന്നുവാളോ, അത് കാണിച്ചേ ശ്രുതി എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി ഇന്ന എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പൊ ശ്രുതി കൊടുത്തു. ശ്രുതി മേടിച്ചു. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഏകദേശം കാര്യം പിടികിട്ടി. അയ്യോ, ഇത് ഈ ഫോട്ടോ, അയ്യോ ശ്രുതി, ഈ ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കിയേ, നമുക്ക് പരിചയമുള്ള ആരെപ്പോലെ എങ്കിലും ആണോ എന്ന് സൂക്ഷിച്ചു നോക്കിയേ. അപ്പൊ ശ്രുതി സൂക്ഷിച്ചു നോക്കിട്ടെ, ഇതാരെപ്പോലെ ദേവിയല്ലേ, പിന്നെ ആരെപ്പോലെ ആകാനാ? അയ്യോ, ഇതൊന്ന് സൂക്ഷിച്ചു നോക്ക്. ശ്രുതിയുടെ അമ്മയുടെ ഷേപ്പില്ലേ ഈ ഫോട്ടോയ്ക്ക്? അപ്പൊ ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയാ, ശ്രുതിയുടെ അമ്മയുടെ ഷേപ്പ് ഉണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ എന്റെ പൊന്നു, ഇതെന്റെ അമ്മയാ. ഈ അമ്മ എല്ലാവർക്കും അമ്മയാ എന്റെ പൊന്നു സാറേ. എടോ, ഇത് ശരിക്കുള്ള എന്റെ അമ്മ, എന്നെ പ്രസവിച്ച എന്റെ അമ്മ. പറയടോ, ഈ ഫോട്ടോസ് ഒക്കെ തനിക്ക് എവിടെന്നാ കിട്ടിയത്? ഇത് എനിക്ക് ആന്ധ്രന്ന് കിട്ടിയതാ, ആന്ധ്രന്ന് വരുന്നതാ സാറേ. അവിടേക്ക് ഈ ഫോട്ടോ ഒക്കെ മൊത്തം ഫേമസാ. അവിടെ എന്റെ അമ്മ ഫേമസോ? അപ്പം ശ്രുതി, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എനിക്കറിയത്തില്ല ശ്രുതി. അപ്പോഴത്തേക്ക് ആ ഫോട്ടോയിൽ ഒന്നും കൂടെ നോക്കിട്ടോ നമ്മുടെ ശ്രുതി. എന്നിട്ട് ചോദിച്ചു, ഈ ഫോട്ടോയ്ക്ക് എത്രയാ വില? 400 രൂപ. നിങ്ങളുടെ കയ്യിൽ എത്ര ഫോട്ടോസ് ഉണ്ട്? എല്ലാ ഫോട്ടോസും എനിക്കിതാ. സാറേ, കടയിൽ മൊത്തം ഈ ഫോട്ടോസ് മേടിച്ചു വെക്കുകയാണോ? എന്റെ പൊന്നോ, ആ ഫോട്ടോസ് മൊത്തം ഇങ്ങത്താ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, ഇതെന്തിനാ മൊത്തം മേടിക്കുന്നത്? ഇത് മൊത്തം മേടിച്ചില്ലെങ്കിൽ ഈ പരിസരം മുഴുവൻ ഇത് കൊണ്ടു നടന്ന് വിൽക്കുവേലേ, ചുമ്മാ നാണക്കേടാവില്ലേ? എങ്കിലും എന്റെ ശ്രുതി, ഇത് എന്താ ശ്രുതി ഈ ഫോട്ടോ ഇങ്ങനെ വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഫോട്ടോയിൽ തന്നെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട്. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഫോട്ടോ എങ്ങനെ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കട്ടെ. അടുത്ത വിശേഷമായിട്ടാണ്, പത്രമായിട്ടാണ്. കാണാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാനും മറക്കരുത്.